ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും SSLCയുടെ റിസൾട്ട് ഗംഭീരമായി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇൻ കേസ് ആർക്കെങ്കിലും പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ടെൻഷൻ ആവേണ്ട. ഇതാണ് നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് മാത്രം കണക്കാക്കിയാൽ മതി. നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്ന രീതികളിലുള്ള പാകപ്പിഴകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, അനലൈസ് ചെയ്യുക, എന്നിട്ട് അത് തിരുത്തിക്കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതാ റിസൾട്ട് വന്നതിന് ശേഷം ഇതാ ഇപ്പോൾ ഡേറ്റ് വന്നിട്ടുണ്ട്. എന്തിന്റെ ഡേറ്റ് ആണ്? +1 അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് മുതൽ അപ്ലൈ ചെയ്യാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കല്ലോ കേട്ടോ. അവസാനമാകുമ്പം ചെയ്യാന്നുള്ളൊരു ധാരണയിലിരിക്കൽ, ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട. സീറ്റുകളൊക്കെ, എക്സ്ട്രാ സീറ്റുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രയൽ അലോട്ട്മെന്റിന്റെയും ഫസ്റ്റ് അലോട്ട്മെന്റിന്റെയും ഈവൻ സ്കൂൾ തുറക്കുന്നതിന്റെ ഡേറ്റുകളൊക്കെ വന്നിരിക്കുകയാണ്. ജൂൺ 18-നാണ് സ്കൂൾ തുറക്കുന്നത്. ഇച്ചിരി നേരത്തെയാണ് കേട്ടോ. അത് വെക്കാലും നല്ല കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഈ വാസ്റ്റ് സിലബസ് തീരണമെന്നുണ്ടെങ്കിൽ സമയം ഒരുപാട് വേണം. അപ്പം നിങ്ങൾ SSLCയിൽ നിന്നും +1 കടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇതുവരെ പഠിച്ചു വന്ന രീതികളൊന്നുമല്ല +1 നിങ്ങൾക്ക് ഫേസ് ചെയ്യാനുള്ളത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ ഏത് സ്ട്രീമാണ് നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ചൂസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഏത് സ്ട്രീം എടുത്താലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അതായത് ഏത് സ്ട്രീമിലാണേലും നല്ലതുപോലെ പഠിക്കാനുണ്ട്. കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നല്ല മാർക്ക് വാങ്ങി നിങ്ങൾക്ക് പാസ് ആവാൻ സാധിക്കത്തുള്ളൂ. A+ എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ നമുക്ക് ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഫുൾ മാർക്കാണ് വേണ്ടത്. മാർക്കിനാണ് പ്രാധാന്യം. +2 കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് വേണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകുക. മാനസികമായിട്ട്, ഫിസിക്കലി, മെന്റലി ഒക്കെ തയ്യാറാകുക കേട്ടോ. അതായത് തയ്യാറാകാന്ന് ഉദ്ദേശിക്കുന്നത് പഠിച്ചു തുടങ്ങുക. കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ വേണം പഠിക്കാൻ. അപ്പം സ്കൂൾ തുറന്നു കഴിഞ്ഞ് പഠിക്കാമെന്നുള്ളൊരു ധാരണയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ ആ ഒരു ധാരണ തൽക്കാലത്തേന് മാറ്റി വെച്ചിട്ട് പതിയെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം ഏത് സ്ട്രീമാണ് എടുക്കുന്നുള്ളൂ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, എന്തൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അത് കിട്ടുന്ന സോഴ്സസുകളൊക്കെ നമുക്കറിയാം, യൂട്യൂബിൽ തന്നെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് അല്ലേ. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചൂസ് ചെയ്ത് എടുത്തിട്ട് അതിലൊന്ന് ഫോക്കസ് ചെയ്ത് പതിയെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് സമയം വളരെ കുറവാണ്. ഒരു അക്കാഡമിക് ഇയർ എന്ന് പറയുമ്പോൾ ഒരുപാട് പോവും. നമുക്കറിയാം ഇതുവരെ പഠിച്ചു വന്ന ഒരു ഫോർമാറ്റേ അല്ല +1 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സ്കൂളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ബേസിക്സിലേക്കൊന്നും പോകാൻ സാധിക്കില്ല. അപ്പൊ ആ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓരോ സബ്ജക്റ്റിനും ഉണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പഴയ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 8, 9, 10 അതിലേക്ക് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക, ഒന്ന് മനസ്സിലാക്കുക. ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റിയില്ലേലും എന്തൊക്കെയാണ് ബേസിക് കാര്യങ്ങൾ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ പ്രോപ്പർ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചു പോകാൻ സാധിക്കും. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ്, നീറ്റ്, JEE പോലെ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. കോഴ്സ് തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങിയതിന് ശേഷം നോക്കാമെന്നുള്ളൊരു ധാരണ വേണ്ട. സ്റ്റാർട്ട് ചെയ്യുക, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. സോഴ്സസുകൾ ഞാൻ പറഞ്ഞു അവൈലബിൾ ആണ്. ഇഷ്ടംപോലെ സോഴ്സസുകളുണ്ട്. സോഴ്സസുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ സയൻസ് സ്ട്രീമിനെ സംബന്ധിച്ചോളം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നൊക്കെ. അപ്പം അത് മനസ്സിലാക്കുക. ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 10th വരെ പഠിച്ചു ഓക്കെയാണ്. പക്ഷെ 10th ഉള്ള കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾക്ക് +1 പഠിക്കാനുള്ളത്. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതായത് 8, 9 മെയിൻലി 9 പഠിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് +1 പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ 8, 9 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകളോ അല്ലെങ്കിൽ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, പഠിച്ചു തുടങ്ങുക കേട്ടോ. പഠിച്ചു തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ സ്കൂളിൽ നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ ടീച്ചേഴ്സ് അങ്ങനെ ഒരുപാട് ബേസിക്സിലേക്കൊന്നും പോവില്ല. അതിനുള്ള സമയമില്ല പോകാനുള്ള. അപ്പം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ തുടങ്ങുക കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വേറൊരു സ്റ്റേജിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ ഈ ഒരുപാട് കളികളും കാര്യങ്ങളൊക്കെ ഇച്ചിരിയൊക്കെ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. നമ്മൾ സീരിയസ് ആയിട്ട് പഠനത്തെ അപ്രോച്ച് ചെയ്യേണ്ട ഒരു സമയം ആയിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എന്താണ് അതിനെ അപ്രോച്ച് ചെയ്യുക, പഠിച്ചു തുടങ്ങുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചു തുടങ്ങുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, എനിക്കിത് പഠിച്ചെടുക്കാൻ സാധിക്കും. ഒരു വാസ്റ്റ് സിലബസ് ആണെങ്കിലും അത് കണ്ട് അന്തം വിട്ടിരിക്കൊന്നും വേണ്ട. വാസ്റ്റ് സിലബസ് ആണ്, പക്ഷെ എന്നെ കൊണ്ട് ഇത് സാധിക്കും. പ്രോപ്പർ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ സാധിക്കുന്ന കാര്യമാണ്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ടുകളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പൊ എക്സാമിന്റെ സമയത്തൊക്കെ ആ ഷോർട്ട് നോട്ടുകളൊക്കെ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാൻ സാധിക്കും. ഇത് ചാപ്റ്റേഴ്സുകളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാന്ന് വിചാരിച്ചിരുന്നാൽ അത് നടക്കില്ല. നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ പോയിന്റ്സുകളും നോട്ട്സുകളും ഒക്കെ നിങ്ങൾ എഴുതി വെച്ച് പഠിച്ചു തുടങ്ങുക. പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാല് നിങ്ങൾ സമയം ഇനി ഇല്ല, അധികം സമയം കളയാനില്ല. മാക്സിമം മാർക്ക് നിങ്ങൾക്ക് +1 സ്കോർ ചെയ്യാൻ സാധിക്കണം. കാരണം +1 നിങ്ങൾക്ക് തിയറികൾ മാത്രമേ ഉള്ളൂ. +2 വരുമ്പം തിയറി നല്ലതുപോലെ ഉണ്ട്, അതുപോലെ തന്നെ പ്രാക്ടിക്കലും ഉണ്ട്. നമുക്ക് അധികം സമയം കിട്ടിയില്ല, പഠിക്കാനുള്ള സമയം കിട്ടില്ല. കാരണം പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ സമയങ്ങൾ പോകും. തിയറി അതുപോലെ പഠിക്കാനുണ്ട്. അപ്പോൾ മാക്സിമം മാർക്ക് നമുക്ക് +1 സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +2 അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. +2 ടോപ്പിക്കുകൾ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പതിയെ സ്റ്റാർട്ട് ചെയ്യുക. ഓരോരോ ചാപ്റ്ററുകൾ, ഓരോ വിഷയത്തിൻ്റെയും ഓരോരോ ചാപ്റ്ററുകൾ നിങ്ങൾ ഇന്ന കോഴ്സ് അല്ലെങ്കിൽ ഇന്ന സ്ട്രീം കിട്ടിയിട്ട് ഞാൻ പഠിച്ചു തുടങ്ങാമെന്നുള്ളൊരു ആ ചിന്ത മാറ്റുക കേട്ടോ. എനിക്ക് ഏതായാലും ഞാൻ ആഗ്രഹിച്ച സ്ട്രീം ഇതാണ്, ആ സ്ട്രീം താൻ എനിക്ക് കിട്ടും, അതിൽ ഞാൻ പഠിച്ചിരിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരിക്കുക. ആ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. സമയം കളയാനില്ല, മാക്സിമം നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പൊ എനിക്കറിയാവുന്ന ഒരുപാട് കുട്ടികൾ മെസ്സേജ് ചെയ്യാറുണ്ട്. അവർ ചില കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഡൗട്ടുകളൊക്കെ വരുമ്പോൾ മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും ഇപ്പം പണ്ടത്തെ പോലെയല്ല. പണ്ടെന്ന് പറഞ്ഞാൽ സ്കൂളുകളൊക്കെ തുറന്ന് ക്ലാസ് തുടങ്ങിയതിന് ശേഷം മാത്രമേ ഉള്ളൂ കുട്ടികൾ പഠിക്കാൻ തുടങ്ങത്തുള്ളൂ. പക്ഷെ ഇപ്പൊ അവർക്ക് അറിയാം ഏത് രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ, നേരത്തെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. എക്സാമിന്റെ സമയത്ത് ഇതെല്ലാം കൂടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല, അതിനുള്ളൊരു സമയം കിട്ടില്ല, അല്ലെങ്കിൽ അതുപോലെ ടെൻസ്ഡ് ആയി പോകും. അതിന്റെ ആവശ്യമില്ല. നേരത്തെ നമ്മളൊരു പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് നമുക്ക് എക്സാമിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾ അല്ലേ. അപ്പം അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളും ഒക്കെ മാറിയിരിക്കുകയാണ്. അപ്പൊ അതനുസരിച്ച് ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നാലും അത് എഴുതാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കണം. തയ്യാറായിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിച്ചിരുന്നാൽ മാത്രമേ ഉള്ളത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അവസാന നിമിഷം, അത് 10ാം ക്ലാസ് വരെ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു വന്ന് അങ്ങനെയായിരിക്കും. അവസാന നിമിഷം ഒന്ന് ഓടിച്ചിട്ട് പഠിക്കുക എന്നുള്ളൊരു ഫോർമാറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഒരു 1 hour ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം എഴുതാൻ സാധിക്കുന്ന ഒരു കോൺഫിഡൻസ് ആ സമയത്തുണ്ടായിരുന്നു. പക്ഷെ ആ കോൺഫിഡൻസ് നമുക്ക് ഇവിടെ പറ്റില്ല. അവസാന നിമിഷം നമുക്കൊരു 1 hour ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും കൃത്യമായിട്ട് എഴുതാൻ സാധിക്കില്ല. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആയി എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ കൺസെപ്റ്റ് ക്ലിയർ ആക്കി ഓരോ സെക്ഷൻസും ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും നിങ്ങൾക്ക് ആഗ്രഹിച്ച സ്ട്രീമുകളും അതുപോലെ തന്നെ ആഗ്രഹിച്ച സ്കൂളുകളിലും ഒക്കെ അഡ്മിഷൻ കിട്ടട്ടെ എന്ന് ആശംസിക്കാനും പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നന്നായിട്ട് പഠിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പഠിച്ചു തുടങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.